നമാംബി പാദാംബുജ പല്ലവം തേ കുമാരനെല്ലൂർ എഴുമദ്രികന്യേ. സജ്ജനങ്ങളെ നമസ്കാരം. കുമാരനെല്ലൂർ ദേശവാസികൾക്ക് ആഘോഷത്തിൻ്റെ രാപകലുകൾ സമ്മാനിക്കുന്ന ഉത്സവകാലം വീണ്ടും എത്തുകയായി. ചരിത്രപ്രസിദ്ധമെന്ന ഒരു വാക്കിൽ ഒതുക്കി നിർത്താവുന്നതല്ല കുമാരനെല്ലൂർ ദേവീക്ഷേത്രത്തിൻ്റെ മഹാത്മ്യം. ക്ഷേത്രത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ദേശവും ദേശദേവതയായ കുമാരനെല്ലൂർ കാർത്യായനിയുടെ ഐതിഹ്യവും ഏറെ പ്രസിദ്ധമാണ്. തൻ്റെ ഭക്തനെ രക്ഷിക്കാൻ കുമാരനെല്ലൂർ ദേശത്തേക്ക് ഓടിയിട്ട് വന്ന് കുടികൊണ്ട ദേവിയുടെ വരവിൻ്റെ ഉദ്ദേശം ഭക്തജന സംരക്ഷണമാണെന്നും ഈ ദേശത്തിൻ്റെ യഥാർത്ഥ ഭരണാധികാരി താനാണെന്നും ഉറപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുമാരനെല്ലൂർ ക്ഷേത്രത്തിൻ്റെ ഉത്സവം എന്നത് ഈ ദേശത്തിൻ്റെ ഉത്സവം തന്നെയാണ്. വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക നാൾ 9ാം ഉത്സവം വരത്തക്ക വിധം കൊടിയേറി ബീജാങ്കുരങ്ങൾ വിതച്ച മുളപ്പാലികകളിൽ സവിശേഷമായ പൂജകൾ ചെയ്ത് മുറതെറ്റാതെയുള്ള താന്ത്രിക കർമ്മങ്ങളോടുകൂടിയുള്ള ഉത്സവം ഏറെ പ്രാധാന്യമർഹിക്കുന്നതാണ്. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കൊടിയേറിയാൽ എല്ലാ ദിവസവും ആറാട്ട് നടക്കുന്ന നമ്മുടെ ക്ഷേത്രത്തിൽ ആറാട്ട് കഴിഞ്ഞ് ദേവിയുടെ എഴുന്നള്ളിപ്പിന് ഏറെ പ്രാധാന്യമുണ്ട്. ആചാരാനുഷ്ഠാനങ്ങളുടെ പൊലിമ കൊണ്ടും വാദ്യ സംഗീത സുകുമാരാദി കലകളുടെ അരങ്ങേറ്റം കൊണ്ടും ഈ ഉത്സവം ആഘോഷിക്കപ്പെടുന്നു. 9ാം ഉത്സവ ദിവസമായ തൃക്കാർത്തിക ദേശം മുഴുവൻ ആഘോഷിക്കുന്നു. സ്വദേശത്തും വിദേശത്തുമുള്ള കുമാരനെല്ലൂരിലെ ഭക്തജനങ്ങൾ തൃക്കാർത്തിക ദിവസം ദേവീ ദർശനത്തിനായി ഇവിടെ എത്തിച്ചേരും. കാർത്തിക ദീപം തെളിയുന്നത് ക്ഷേത്രത്തിൽ മാത്രമല്ല, ദേശത്തും മാത്രമല്ല, ഓരോരുത്തരുടെയും മനസ്സിലും കൂടിയാണ്. മനസ്സിൽ നിറയുന്ന കാർത്തിക ദീപം നമ്മെ മുന്നോട്ട് നയിക്കാൻ ഉതകുന്നത് തന്നെയാണ്. എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ദേവീ ചൈതന്യം നിറഞ്ഞ കാർത്തിക ദീപം മനസ്സിൽ നിറയട്ടെ. എല്ലാവർക്കും ഉത്സവാശംസകൾ. നമസ്കാരം.